മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പറക്കും തളിക എന്ന് പറയുന്ന ടാസ്കിന്റെ അടുത്ത ഘട്ടം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ കറുത്ത ബോൾ ലഭിച്ചിരിക്കുന്നത് ഷാനവാസ് ആണ്. അതുകൊണ്ട് ഈ റൗണ്ടിലെ പവർ ഉള്ളത് ഷാനവാസിനാണ്. പക്ഷേ ഷാനവാസ് അനീഷിന്റെ ഗെയിം തകിടം മറിച്ചുകൊണ്ടാണ് ഇത്തവണ പവർ ഉപയോഗിച്ചത്. കാരണം ഈ റൗണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ ബോളുകൾ കളക്ട് ചെയ്തിരുന്നത് അനീഷായിരുന്നു. രണ്ടാമത് ആര്യൻ, മൂന്നാമത് അക്ബർ. അനീഷിന് പോയിന്റ് ടേബിളിൽ രണ്ടാമതെത്താനുള്ള ഒരു ചാൻസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അനീഷ് മാക്സിമം ഷാനവാസിനോട് പറയുന്നുണ്ട് ഫെയർ ആയിട്ട് കളിക്കണം, എല്ലാ റൗണ്ടും ഇങ്ങനെ റദ്ദാക്കരുത്, പോയിന്റ് ടേബിളിലെ പോയിന്റുകളും ഈ ബാസ്ക്കറ്റിലുള്ള പോയിന്റുകളും എണ്ണിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി. ഇവിടെ സ്പോർട്സ്മാൻമാരും അതുപോലെ തന്നെ ചെറുപ്പക്കാരുമാണുള്ളത്. അവരുമായി മല്ല് പിടിച്ചിട്ട് തന്നെയാണ് ഇത്രയും പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അതൊന്നും കാണാതെ പോകരുതെന്നൊക്കെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്. ഇതിനിടയിൽ ഷാനവാസിന്റെയും അനീഷിന്റെയും ഇടയിൽ ലക്ഷ്മി കയറി ഇടപെടുന്നുണ്ട്. ആരെയും സ്വാധീനിക്കാൻ പാടില്ല അനീഷ് ഇങ്ങനെ ചെയ്യരുത്. ഷാനവാസിന്റെ കയ്യിലാണ് കറുത്ത ബോൾ ഇരിക്കുന്നത്. ആ വ്യക്തിക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. അതിൽ സൗഹൃദവും ഗ്രൂപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ ലക്ഷ്മി പറയുന്നു. എന്തായാലും ഷാനവാസ് പറയുന്നത്, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത്, ആരുടെയും വാക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. അനീഷ് മാക്സിമം ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അനീഷിന്റെ ഗെയിമിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഷാനവാസ് ഈ റൗണ്ടും റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഇവർക്ക് ഒരു റൗണ്ടും കൂടി ലഭിക്കുകയുള്ളൂ. ആ റൗണ്ടും കൂടി റദ്ദാക്കിയാൽ ഈ പറക്കും തളിക എന്ന ടാസ്കിന്റെ രണ്ടാമത്തെ ഘട്ടം മുഴുവനായും റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അവസാനത്തെ ഘട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.